ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു കൂട്ടാണ്, അതായത് കറികളുടെ ഒരു കൂട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. കറികളുടെ കൂട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പണ്ട് ഫ്രിഡ്ജ് ഇത്രയും വ്യാപകമല്ലാതിരുന്ന സമയത്ത്, അതായത് ഒരു 35-40 വർഷങ്ങൾക്ക് മുന്നേ, അന്നത്തെ കാലത്ത് തറവാടുകളിൽ വിശേഷ ദിവസങ്ങളിൽ സദ്യ കഴിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അതായത് ഓണം, ഉത്സവം തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ എല്ലാവരും കുടുംബത്തിൽ ഒരുമിച്ച് കൂടും. ആ സമയത്ത് കുടുംബത്തിലെ സ്ത്രീകൾക്ക് ജോലിഭാരവും വളരെ കൂടുതലായിരിക്കും. കാരണം കുടുംബത്തിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയും വളരെ കൂടുതലായിരിക്കും. ഫ്രിഡ്ജൊന്നും അപ്പോഴത്രയും വ്യാപകമല്ല. ആ സമയത്ത് ഈ കറികളിൽ ബാക്കി വരുന്ന കറികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുത്ത ദിവസം ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനെ പഴംകൂട്ടാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് എൻ്റെ ഗ്രാമത്തിലും പരിസര പ്രദേശത്തും, അതായത് തെക്കൻ തിരുവിതാംകൂറിൽ ധാരാളമായി ഉപയോഗിച്ച് കാണുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിറ്റേ ദിവസം പഴങ്കഞ്ഞിയും, പഴങ്കഞ്ഞിയിൽ കുറച്ച് തൈരും ഉപ്പും ചിലവര് പച്ചമുളകും കൂടെ ഞെരടിയിടും. അതിൻ്റെ കൂടെ ഈ പഴം കൂട്ടാനും കൂടെ കൂട്ടി മുതിർന്നവർ മുതൽ കൊച്ചു പിള്ളേര് വരെ ഉപയോഗിക്കും. അടുത്ത ദിവസത്തെ ഭക്ഷണം ഇതാണ്. ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത്, എൻ്റെ കൊച്ചിലെ എന്റെയൊക്കെ തറവാട്ടില് തിരുവോണം കഴിഞ്ഞ അടുത്ത ദിവസം, അതായത് 3-ാം ഓണം, അവിട്ടമില്ലേ, അവിട്ട ദിവസത്തിന്റെ അന്ന് ഭക്ഷണം ഇതാണ്, പഴങ്കഞ്ഞിയും പഴം കൂട്ടാനും. ഇത് കഴിച്ചാലോ നല്ല തണുപ്പുമാണ്, അതുപോലെ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തിരുവോണത്തിന്റെ അന്ന് ചെയ്ത ജോലിയുടെ ക്ഷീണം മാറ്റുന്നത് ഇത് കഴിച്ചുറങ്ങിയാണ്. കാരണം അടുത്ത ദിവസം, അതായത് ചതയത്തിന്റെ അന്ന് പിന്നെയും സദ്യ ഉണ്ടാക്കണം. അപ്പൊ ഞാനിന്ന് ആ കൂട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കിയില്ലേ സദ്യ, ആ സദ്യയിൽ എന്തൊക്കെ കറികളാണോ ബാക്കി വന്നത് അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന കറിയാണ് പഴം കൂട്ടാൻ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ചൊരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ബാക്കി വന്ന കറികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒഴിക്കാം. എനിക്കിപ്പോൾ ഇത് ഏതാണ്ട് കുറച്ച് പരിപ്പ് ബാക്കി വന്നു, അത് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നു. അടുത്ത് കുറച്ച് അവിയൽ, അതും ഇടുന്നുണ്ട്. പിന്നെ ഞാൻ 2 ടൈപ്പ് തോരൻ വെച്ചായിരുന്നു. ക്യാബേജ് തോരൻ എൻ്റെ തീർന്നു പോയി. കുറച്ച് ബീട്രൂട്ട് തോരൻ ബാക്കിയുണ്ട്, അതും ഇടുന്നുണ്ട്. കുറച്ച് സാമ്പാർ, അതൊഴിക്കുന്നു. കുറച്ച് രസം, അതും ഒഴിക്കുന്നു. കുറച്ച് കിച്ചടി ബാക്കി വന്നു, അതും ഒഴിക്കുന്നുണ്ട്. ടൊമാറ്റോ കിച്ചടി തീർന്നു പോയി. അടുത്ത് കുറച്ച് പുളിശ്ശേരി ബാക്കിയുണ്ട്, കുറച്ച് മോര്. ഇനി അച്ചാറുകൾ എനിക്ക് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. എന്നാലും നമ്മൾ പഴം കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറുകൾ കുറച്ചിടണം. പക്ഷെ മാങ്ങ തീർന്നു പോയി എൻ്റെ കയ്യിൽ. ഞാൻ കുറച്ച് നാരങ്ങ ഇതിലേക്ക് ഇടുന്നുണ്ട്. അടുത്ത് കുറച്ച് സ്വീറ്റ് കറി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും. ആക്ച്വലി അച്ചാറുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ച ദിവസങ്ങളോളം ഇരിക്കും. എന്നാലും ഈ കറിക്ക് നമ്മൾ അത് ഇട്ടേ പറ്റൂ കുറേശ്ശെ. എൻ്റെ മാങ്ങ തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ മാങ്ങ ഇടാത്തത്. അച്ചാറുകൾ കുറച്ചൊഴിക്കണം, എന്നാലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിക്കുമ്പം ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതെല്ലാ കറികളും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കാരണം ഇതിൽ നല്ല തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ വല്ല ചെറിയ പണികളും ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇത് നല്ല തിക്നെസ് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം തിളയ്ക്കണത് വരെ. ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. സദ്യയുടെ ബാക്കി കറികളിൽ 2-3 കറികളൊക്കെ എൻ്റെ കയ്യിൽ തീർന്നു പോയി. ഏതൊക്കെയെന്നാ? മാങ്ങക്കറി, ഓലൻ, കൂട്ടുകറി, പപ്പടം, ക്യാബേജ് തോരൻ, ടൊമാറ്റോ കിച്ചടി, ഇതെല്ലാം ഇതിൽ കൂടെ ഇടാം. പക്ഷെ അതൊക്കെ തീർന്നു പോയി. അപ്പൊ നിങ്ങളുടെ കയ്യിലും തീരാത്ത കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ നമ്മുടെ കറി തിളച്ചു കഴിഞ്ഞു. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. ഞാനിത് പഴങ്കഞ്ഞീരുടെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെ ആയാലും ഇഡലിയുടെ കൂടെ ആയാലും കഴിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാ കറികളുടെയും കൂടെ മിക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു വല്ലാത്ത നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് ഈ കറിക്കുള്ളത്. ഇത് ആക്ച്വലി ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, പുറത്ത് വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കൊന്ന് ചൂടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഴം കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും കൂടെ നോക്കാം. ആക്ച്വലി പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ മിക്ക പേർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ
തലേ ദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് പഴങ്കഞ്ഞി. അപ്പൊ അതില് ഞാനിപ്പോ ഒരു ബൗളിൽ കുറച്ച് പഴങ്കഞ്ഞി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏതാണ്ട് 2-2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ തൈരിന്റെ പുളി നോക്കി വേണേ ഒഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ഇടുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത പഴങ്കഞ്ഞിയായി. ഞാൻ പറഞ്ഞു ഇതിൽ ചിലവര് പച്ചമുളകും കൂടെ ഞെരടിയിടും. ഞാനിത് അത് ചെയ്യുന്നില്ല. കാര്യം പഴംകൂട്ടാൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റോട് കൂടി വേണം ഇത് കഴിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകും കൂടെ ഞെരടിയിടുക. അപ്പൊ നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞു. ഈ പഴങ്കഞ്ഞിയും ഈ പഴംകൂട്ടാനും കൂടെ ഒന്ന് കഴിക്കണം. എന്തൊരു തണുപ്പാണെന്നറിയാമോ ഈ കറിയും ഈ പഴങ്കഞ്ഞിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ സൂപ്പറായിട്ട് അങ്ങ് ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മള് ഇത് രണ്ടും കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.